ഹലോ ഗൈസ്, എല്ലാവർക്കും വലിയ സ്റ്റോക്ക് ട്രെയിനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ ട്രേഡിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റിയിലാണ് നമ്മളിന്ന് കൂടുതലും പൊസിഷൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4 പൊസിഷൻ ഞാനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മാത്രം ഡയറക്ഷണൽ ട്രേഡ് ആയിരുന്നു, ബാക്കി 3 സ്കാൽപ്പിംഗ് ട്രേഡ്സ് ആയിരുന്നു. അപ്പോൾ സ്കാൽപ്പിംഗ് ട്രേഡ്സിൽ നമുക്ക് 2 ലോസ് വന്നു. അപ്പോൾ ലോസ് ഞാൻ മുൻപേ തന്നെ കട്ട് ചെയ്തു. പ്രോഫിറ്റ് കുറച്ച് റൺ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ 2 ലോസ് ഈ ഒരു സ്കാൽപ്പിംഗ് ട്രേഡിൽ നമുക്ക് നികത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരെണ്ണം ഡയറക്ഷണൽ ട്രേഡ് ആയിരുന്നു, അതിനാണ് നമുക്ക് ഒരു 18,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അത് ഓർഡർ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് നോക്കാം. അതായത് നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുമാതിരി കുറേ പേരുടെ ഓർഡേഴ്സ് അവിടെ കിടക്കുന്നുണ്ടെന്ന് അറിയാം. സോ ലിക്വിഡിറ്റി അവിടെ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രൈസിനെ ഈ ഒരു ലെവൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത് പുഷ് ചെയ്തു. അവിടുത്തെ ലിക്വിഡിറ്റി എടുക്കുന്നത് വരെ നമുക്ക് നോക്കിയാൽ കാണാം ആ പ്രൈസിനെ പുഷ് ചെയ്തിട്ട് അവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതായിരിക്കും നമ്മുടെ ഓർഡർ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നെക്സ്റ്റ് ടൈം പ്രൈസ് പുഷ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെല്ലിങ് വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. സോ അവിടെ വന്നിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ഓൾമോസ്റ്റ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അത് ഡോജി ക്യാൻഡിലാണ്, റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് ആണ്. എന്നിട്ട് പ്രൈസ് പുഷ് ചെയ്യുന്നു. പിന്നീട് ഒരു ഇൻഡ്യൂസ്മെൻറ്റിന് വേണ്ടി പ്രൈസ് വീണ്ടും പുഷ് ചെയ്തിട്ട് ഓർഡർ ബ്ലോക്ക് എടുക്കുമ്പോഴായിരുന്നു ഞാൻ ആ ഒരു ട്രേഡ് എടുത്തത്. ഏകദേശം 1:2 അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിലാണ് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ വരുന്നത് ഏകദേശം ഈ ഒരു ലെവലായതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് അവിടെ വെച്ചിട്ട് ഒരു 1:2 മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായുള്ളൂ. ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു ലെവലിൽ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലോസ് ഞാൻ വെച്ചത് 10,000ഉം പ്രോഫിറ്റ് ലെവൽ വെച്ചത് 20,000 ആയിരുന്നു. പക്ഷേ ആ ഒരു ഡൗൺ സൈഡിലുള്ള സ്പൈക്കിൽ പെട്ടെന്ന് മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്തതുകൊണ്ട് എനിക്കൊരു 18,000 പ്രോഫിറ്റിൽ അത് കഴിഞ്ഞുള്ളൂ. ഞാൻ പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തില്ല. പിന്നെ എനിക്കൊരു മൂവ് എനിക്ക് ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു സ്ട്രക്ചർ നോക്കിയപ്പോൾ ബിയറിഷ് സ്ട്രക്ചർ ആയിരുന്നു. പക്ഷേ പ്രൈസ് മുകളിലോട്ട് വീണ്ടും പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം PCR ഒക്കെ ബിലോ 1 ആണ്. അതുപോലെ തന്നെ 0.5 നിയർ ആണ്. അതായത് ഏകദേശം എല്ലാവരും ഷോർട്ട് ചെയ്തിട്ടുള്ളത് കോൾ ഓപ്ഷൻസ് ആണ്. അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബിഗ് പ്ലെയേഴ്സും കോൾസ് എടുത്തിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടർ പിക്ചർ ടൈമിലാണ് ഈ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ദിവസം ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറേ പേര് പുട്സ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പുട്സ് ഷോർട്ട് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞത് 24,900 ആണ്. അപ്പോൾ 24,900 എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ലെവൽ, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ കുറേ പേര് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നാളെ മാർക്കറ്റ് പുഷ് ചെയ്തിട്ട് നമുക്ക് ഇവിടത്തുള്ള ലിക്വിഡിറ്റി മേ ബി എടുക്കുന്നത് കാണാം. മേ ബി ഒരു ഗ്യാപ്പ് അപ്പോടെ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും പുഷ് ചെയ്ത് താഴോട്ട് വരാനാണ് കൂടുതലും ചാൻസ്. സോ നാളത്തെ ട്രേഡ് അനാലിസിസും ഇതുപോലെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു.